അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്, ബിക്കോസ് നമ്മളിവിടെ ഹെഡ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹെഡൊക്കെ വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. Find the power required to drive a centrifugal pump which delivers 0.04 meter cube per second. Power ആണ് കണ്ടുപിടിക്കേണ്ടത്. Q തന്നിട്ടുണ്ട് of water to a height of 20 meter. Head height തന്നിട്ടുണ്ട് through a 50 centimeter diameter pipe. അപ്പോൾ പൈപ്പിൻ്റെ ഡയമീറ്റർ എത്രയാ? 15 centimeter and 100 meter long. Total length തന്നിട്ടുണ്ട്. The overall efficiency of the pump is 70% and coefficient of friction is 0.45. In the formula HF is equal to 4F LV square by 2GT. ഈ ഫോർമുല തരണമെന്നില്ല, ഈ ഫോർമുല നമ്മൾ തന്നെ പഠിക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ തന്നേക്കുന്നേ ഉള്ളൂ ഈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പം ഞാനിവിടെ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂവും HSും തന്നിട്ടുണ്ട്, ടോട്ടൽ ഹെഡ് തന്നിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഹെഡ് തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് ദി പൈപ്പ് തന്നിട്ടുണ്ട്, 15 centimeter. അത് സക്ഷൻ്റെയും ഡെലിവറിയുടെയും ഒരേ ഡയമീറ്റർ ആണ്. ക്വസ്റ്റനിൽ വേറെയാണ് എന്ന് പറയാത്തതുകൊണ്ട് നമുക്കത് ഒരേ ഡയമീറ്റർ ഓഫ് ദി പൈപ്പ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം എടുത്ത് പറയാത്തതുകൊണ്ട് രണ്ടിൻ്റെയും സെയിം ആണ് നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് ആ ഡയമീറ്റർ എടുത്ത് എഴുതി. ടോട്ടൽ ലെങ്ത് 100 തന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്മോൾ മിസ്റ്റേക്ക് ഉണ്ട്. ഈ LS + LD അല്ല 100, അല്ലാതെയാണ് LS = 100 നിർത്താൽ മതി. കാരണം സക്ഷൻ്റെയും 100 ഡെലിവറിയുടെയും 100 എന്നാണ് ക്വസ്റ്റ്യനിൽ നമ്മൾ എടുത്തത് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓവറോൾ എഫിഷ്യൻസി എന്താണ്? 70% തന്നു. പിന്നെ F 0.45 വന്ന് ഗിവൺ ആണ്. ഓവർക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഷാഫ്റ്റ് പവർ ആണ് അല്ലെ? ഈ P ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ P ഉള്ള ഒരേ ഒരു ഇക്വേഷൻ ഈ ഓവറോൾ എഫിഷ്യൻസിയാണ്. അതാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പവർ ഔട്ട്പുട്ട് ബൈ ഷാഫ്റ്റ് പവർ. പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ WHM/1000/P. ഈ P ആണ് നമുക്ക് മെയിൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്താണ് ഓവറോൾ എഫിഷ്യൻസി ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നു. ഈ Wയും HMഉം കണ്ടുപിടിക്കണം. W എന്ന് പറഞ്ഞാൽ ρg × Q ആണ്. Q ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ρg × Q വെച്ച് നമുക്ക് W കിട്ടും. പിന്നെ വേണ്ടത് HM ആണ്, മാനോമെട്രിക് ഹെഡ്. മാനോമെട്രിക് ഹെഡിന് നമ്മൾ ഞാൻ പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. HM is equal to HS plus HD plus HFS plus HFD plus B²D/2G. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ മാനോമെട്രിക് ഹെഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഈ രണ്ട് ടേംസ് കണ്ടുപിടിക്കാം. ഫ്രിക്ഷണൽ ലോസ് ഉണ്ട്, സക്ഷൻ പൈപ്പും ഡെലിവറി പൈപ്പും. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് 4F LV²/2GD. അപ്പോൾ എന്താണ് ആണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V ആണ്. Q എന്ന് പറഞ്ഞാൽ ഏരിയ ബൈ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? Q ബൈ ഏരിയ. അപ്പം Q തന്നിട്ടുണ്ട്, ഏരിയ കണ്ടുപിടിക്കാൻ π/4d². ഡയമീറ്റർ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടി? വെലോസിറ്റി കിട്ടി. അപ്പം എന്താണ് 4F ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, ലെങ്ത് 100 ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, V നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, D നമുക്ക് 15 centimeter ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, G എന്ന് പറഞ്ഞാൽ 9.81. എല്ലാം കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്തു ഇക്വേഷനിൽ. അപ്പോൾ എനിക്ക് HFS കിട്ടി. ഇതാണ് ടു ദ സക്ഷൻ പൈപ്പ്. ഈ സെയിം വാല്യൂ തന്നെയാണ് ഡെലിവറി പൈപ്പിന്, കാരണം അവിടെയും ഡയമീറ്റർ സെയിം ആണ്. അപ്പോൾ വെലോസിറ്റി സെയിം വരും, ലെങ്ത് അതിൻ്റെയും 100 meter ആണ്. അപ്പോൾ എന്താണ് നമുക്ക് HFSഉം HFDയും കിട്ടി. ടോട്ടൽ ഹെഡ്, സ്റ്റാറ്റിക് ഹെഡ്, ഇതിപ്പോൾ സക്ഷൻ പൈപ്പിൻ്റെ ഹെഡ് പ്ലസ് ഡെലിവറി പൈപ്പിൻ്റെ ഹെഡ്, അതല്ലേ സ്റ്റാറ്റിക് ഹെഡ്, അത് 20 meter ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേമുമായി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് V²D/2G. വെലോസിറ്റി ഇതേ നമ്മൾ 2.263 ഓൾറെഡി കണ്ടുപിടിച്ചു, ²/2G. അപ്പോൾ ഇതെല്ലാം ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും HM കിട്ടും. HM കിട്ടിയ പവർ ഔട്ട്പുട്ട് കിട്ടും. W എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ρgQ ആണെന്ന്, അത് വെച്ച് അത് കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഷാഫ്റ്റ് പവർ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ കിട്ടി. മിനിമം സ്പീഡ് ഫോർ സ്റ്റാർട്ടിങ് ദ ഡെലിവറി പൈപ്പാണ്. ഒരു മിനിമം സ്പീഡ് നമ്മുടെ ഡെലിവറി പൈപ്പ് അല്ല, സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരു മിനിമം സ്പീഡാണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. നമുക്ക് തിയറി ഡെറിവേഷൻ ഒന്നും ചോദിക്കാറില്ല പൊതുവേ. ഞങ്ങൾ ഇക്വേഷൻ നോക്കാം. ഇതാണ് ഇക്വേഷൻ. N is equal to 120 എന്താണ് manometric efficiency into VW2 D2 by pi D2² minus D1². ഇതാണ് മിനിമം സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. A centrifugal pump with 1.2 meter diameter
ഡയമീറ്റർ വന്നിട്ടുണ്ട്, റൺസ് അറ്റ് 200 RPM, എണ്ണ തന്നു, എന്താണ് ഇത്രയും ലിറ്റർ പെർ സെക്കൻഡ്. അപ്പം നമ്മുടെ എന്താണ് ഡിസ്ചാർജ് തന്നു, ആൻഡ് ആവറേജ് ലിഫ്റ്റ് ബീങ് 6 meter, ഹെഡ് തന്നു. The angle with which the vane makes it exit with the tangent of the impeller is 26 degree, and radial velocity of the flow is 2.5 meter per second. So the exit എന്ന് പറയുമ്പോൾ നമ്മുടെ phi ആണ്, phi 26 degree. റേഡിയൽ വെലോസിറ്റി നമുക്ക് 2.5 തന്നിട്ടുണ്ട്. പിന്നെ ഡിറ്റർമൈൻഡ് എന്താ മാനോമെട്രിക് എഫിഷ്യൻസി ആൻഡ് ലീസ്റ്റ് സ്പീഡ്. ഇത് രണ്ടുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹെഡ് തന്നു, ഇന്നർ ഡയമീറ്റർ ഓഫ് ദ ഇംപെല്ലർ ബീയിങ് 0.6 meter. അപ്പോൾ ഔട്ടർ ഡയമീറ്റർ ഓൾറെഡി ക്വസ്റ്റ്യന് തന്നു 1.2 meter എന്ന്. അപ്പോൾ നമ്മൾ എന്താണ് എല്ലാ സാധനവും എടുത്ത് എഴുതി. എന്നിട്ട് മാനോമെട്രിക് എഫിഷ്യൻസിയും പിന്നെ ലീസ്റ്റ് സ്പെസിഫിക് മിനിമം സ്പീഡുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിൽ HM, G, W2, U2, ഇതിൽ HM, W2, U2 ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഗിവൺ ആയിട്ട് തന്നിട്ടുള്ളത് D2, D1, N തന്നിട്ടുണ്ട്, Q തന്നിട്ടുണ്ട്, HM ദേ ക്വസ്റ്റ്യനിൽ തന്നു 6 meter എന്ന്. അപ്പോൾ HM ആയി. ഇനി VW2, U2 മാത്രം മതി. VF2 2.5 എന്ന് തന്നു. അപ്പോൾ VF2 is equal to എന്താണ് VF1. അപ്പോൾ അതുണ്ട്. U1 എന്ന് പറയുന്നത് എന്താ pi d2 theta by 6, U2 എന്ന് പറഞ്ഞാൽ pi d2 n by 16, U1 എന്ന് പറഞ്ഞാൽ pi d1 n by 60 ആണ്. അപ്പോൾ U2 ആയി. VF2 നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്ട്ലി. പിന്നെ ഈ VW2 മതി, കാരണം phi ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നു. അപ്പോൾ nan phi is equal to VF1 by U2 minus VW2. നമ്മൾ ഇത്ര ക്വസ്റ്റ്യനിലും ചെയ്തുകൊണ്ടിരുന്ന സെയിം സാധനം അതിൽ നമുക്ക് എന്താ VW2 കിട്ടും, കാരണം അതിനകത്തുള്ള ബാക്കി എല്ലാ സാധനവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ VW2 കിട്ടും. അപ്പോൾ മാനോമെട്രിക് എഫിഷ്യൻസിയുടെ ഇക്വേഷനിലിട്ട എഫിഷ്യൻസി കിട്ടും. എന്നിട്ട് മിനിമം സ്പീഡിന് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം. ഡയറക്റ്റ് ഇതിൻ്റെ ഡിഡക്ഷൻ ആണ് ഈ ഇക്വേഷൻ കിട്ടുന്നത് കേട്ടോ. മാനോമെട്രിക് എഫിഷ്യൻസി ഈക്വൽ ടു വെലോസിറ്റി ഹെഡ് എന്നാണ്. അപ്പോൾ U2² - U1² by 2g. അപ്പോൾ U1 U2ൻ്റെ ഇക്വേഷൻ ഇട്ടു, ഇതിൽ നിന്ന് ഡെറൈവ് ചെയ്താണ് നമുക്ക് ഈ n കിട്ടുന്നത്. വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഇക്വേഷനായിട്ട് പഠിച്ചാൽ മതി. ഈ ഇക്വേഷനായിട്ട് പഠിക്കുന്നതായിരിക്കും മേ ബി കുറച്ചും കൂടെ എളുപ്പം. അല്ലെങ്കിൽ ഇത് എങ്ങനെയാണോ പഠിക്കാൻ എളുപ്പം അതുപോലെ പഠിക്കാം. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം, ശേഷം നമുക്ക് n കിട്ടും. കാരണം ഇതിൻ്റെ അകത്തുള്ള എല്ലാ സാധനവും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. VW2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അറിഞ്ഞുകൂടാത്തത്, അത് നമ്മൾ കണ്ടുപിടിച്ചു, കിട്ടി. ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ഉള്ളത് 2 ഫോർമുലാസും കൂടെ പഠിക്കാനേ ഉള്ളൂ. സ്പെസിഫിക് സ്പീഡ് ഓഫ് ദി സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറഞ്ഞാൽ ദിസ് വൺ ആണ്. അങ്ങനത്തെ കുറച്ച് ഫോർമുലാസേ പിന്നെ പഠിക്കാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള വേറൊരു സ്പീഡ് മാക്സിമം സക്ഷൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ഫോർമുല HA minus HV by VA² by 2g minus HF പ്രഷർ ഹെഡും HV എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഹെഡും ആണ്. VA² എന്ന് പറയുന്നത് വെലോസിറ്റി ത്രൂ ദ സക്ഷൻ പൈപ്പ്, HFS എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രിക്ഷണൽ ലോസ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട് PA by W, വേപ്പർ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ PV by W ആണ്. അതത്രയൊന്ന് ഇതാണ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇക്വേഷൻസേ ഉള്ളു, അങ്ങനെയല്ലാണ് പ്രോബ്ലംസ് പൊതുവെ വളരെ കുറവാണ് ചോദിക്കുന്നത്. സോ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. അഥവാ ചോദിച്ചാലും ജസ്റ്റ് പറക്കി എടുത്തിടാനുള്ള ടൈപ്പേ ചോദിക്കത്തുള്ളൂ, നമുക്ക് നേരത്തെ ചോദിച്ച പോലത്തെ ക്വസ്റ്റ്യൻസിൽ. പിന്നെ നെറ്റ് സക്ഷൻ പോസിറ്റീവ് ഹെഡിനും ഒരു ഇക്വേഷൻ ഉണ്ട്. HA minus HV minus HFS minus HS. HS എന്ന് പറഞ്ഞാൽ സക്ഷൻ പൈപ്പ് ഹെഡ് ടോട്ടൽ സ്റ്റാറ്റിക് ഹെഡ്, HFS എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ലോസ്, HA എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ്, HV എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഹെഡ്. HA എന്ന് പറഞ്ഞാൽ എന്താണ് PA by W, PV by W. ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബൈ വെയിറ്റ് ഓഫ് വാട്ടറും വേപ്പർ പ്രഷർ ബൈ വെയിറ്റ് ഓഫ് വാട്ടറും ആണ് കേട്ടോ ഈ PA by W, PV by W എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ മോഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല. സ്റ്റിൽ ഞാൻ എൻ്റെ ഒരു ക്ലാസ് നോട്ട് ഷെയർ ചെയ്യാം, അതിലെ പ്രോബ്ലംസ് കൂടെ നോക്കിക്കോ. സിമിലർ പ്രോബ്ലംസ് ആണ്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിരുന്നാൽ മതി.